ഹേ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ AI ട്രാൻസ്ലേഷൻ ഫോർ കാറ്റ്സ്. നമ്മൾ എന്ത് പറയുമ്പോൾ അത് പുച്ഛിച്ചിട്ട് പോകുന്ന നമ്മുടെ കാറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സാധനം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പറയാനും അവർക്ക് ഇങ്ങോട്ട് പറയുന്നത് മനസ്സിലാക്കാനും ഇത് ഉപകരിക്കും. സോ നമുക്ക് അവരുടെ മനസ്സിലിപ്പ് മനസ്സിലാക്കാം. ഇതാണ് എൻ്റെ കണ്ണാപ്പി. ഇവളെ കൊണ്ട് ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പോകുന്നത്. ബട്ട് അതെന്നെ മൈൻഡാക്കാണ്ട് പോയി. ശരി, തൽക്കാലം നമുക്ക് ആപ്പിനെ കുറിച്ച് നോക്കാം. ഇവിടെ ഹിന്ദി ആണ് ലാംഗ്വേജ് കാണുന്നുള്ളൂ, മലയാളമൊന്നുമില്ല. സോ അത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. തൽക്കാലം ഹിന്ദി വെച്ച് നോക്കാം. ഇത് ട്രൂ ആണോ ഫേക്ക് ആണോ ഉള്ളതാണ് ഞാൻ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഈ ആപ്പ്. ഇതെനിക്ക് സ്ക്രീന് റെക്കോർഡാക്കിയിട്ടുള്ള വീഡിയോ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ അത് കാണിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇപ്പം തന്നെ നല്ല ക്ലിയർ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട. ഇവിടെ ഒരുപാട് ഇത് കാണുന്നുണ്ട്. കോൺവെർസേഷൻ മീൻസ് ഹലോ ഹായ് എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ദേഷ്യം പിടിക്കുന്ന അങ്ങനെ കുറേ ഉണ്ട്. ഇപ്പുറത്ത് നായ്ക്കൾക്ക് വേണ്ടിയിട്ടുള്ളതുണ്ട്, കുത്ത. പിന്നെ നമുക്ക് അങ്ങോട്ട് വേറെ എന്തെങ്കിലും എക്സ്ട്രാ സംസാരിക്കണമെങ്കിലും പൂച്ചയ്ക്ക് ഇങ്ങോട്ട് സംസാരിക്കണമെങ്കിലും രണ്ടും ഉണ്ട്. സോ ഫസ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്നത്. നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. റിയാക്ഷൻ എന്തെങ്കിലും കിട്ടിയാലായി ഗൈസ്. A few moments later. സോ ഗൈസ്, ഇതിനാദ്യം നമുക്ക് വേണ്ടതാണ് ഒരു പൂച്ച. ആദ്യത്തെ സാധനത്തിനിട വെച്ചു. ഇനി നമുക്ക് വേണം ഫോൺ ഫോർ ട്രാൻസ്ലേറ്റർ ആൻഡ് പ്ലേ ഗൈസ്. ഇതാ അടുത്ത പണി കിട്ടിയിരിക്കുകയാണ്. മറ്റേ AI ട്രാൻസ്ലേഷൻ ഉപയോഗിക്കുന്ന അച്ഛൻ്റെ ഫോണായിരുന്നു. ഒരിക്കൽ മാത്രം എനിക്ക് അൺലോക്ക് ആക്കി തന്നതായിരുന്നു. പിന്നെ അത് ലോക്കായിപ്പോയി. ഇനിയിപ്പം കാത്തിക്കേണ്ടി വരും. സോ ബട്ട് നമ്മളത് നോക്കും. ഈ AI ട്രാൻസ്ലേഷൻ അറിയാൻ എനിക്കും ഭയങ്കര ധൃതിയുണ്ട്. കാരണം ഞാനും AI ആണ് പഠിക്കുന്നത്. അപ്പോൾ ഇത് ട്രൂ ആണോ ഫേക്ക് ആണോ എന്ന് നല്ലോണം അറിയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഫോൺ ലോക്കായിപ്പോയി. കുറച്ച് സമയം കാത്തിക്കാം. നിങ്ങൾ ഈ കോലം കണ്ട് പഠിക്കണ്ടെങ്കിൽ രാവിലെ തന്നെ എണീച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ തറവാട്ടിലാണെന്നുള്ളത്. ഇവിടെ നമ്മൾ കണ്ണാപ്പിണ്ട് കിട്ടിയിട്ടുണ്ട്. 1 hour later. ഹേ ഗൈസ്, അപ്പോഴേക്കും നിങ്ങൾക്കൊരു കാര്യം കാണിച്ചിട്ട് ഇവിടെ വേറൊരു വെള്ളപ്പൂച്ചേനെയും കൂടി കിട്ടിയിട്ടുണ്ട്. അത് ആമ്പൂച്ചയാണെന്നാണ് സംശയം. ഇവർ തമ്മിൽ ഒളിച്ചോടാനുള്ള പ്ലാന് നടക്കുന്നുണ്ട്. നമുക്ക് 2 ദിവസമായി വിവരം കിട്ടിയിട്ട്. 3 hours later. ഗൈസ്, ഇതാ ഇവിടെ നിൽക്കുന്നത് കാണുന്നില്ലേ? 2 എണ്ണം ഒളിച്ചോടാൻ പോവാണെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങോട്ട് എന്തായാലും ഇനി കയറ്റാൻ പോകുന്നില്ല ഞാൻ. ഓടി ഗൈസ്, ഓടി. ഞാൻ പറഞ്ഞില്ലേ, ഓടി. ഒളിച്ചല്ല, പക്ഷെ ഞാൻ കണ്ടിരുന്നു. എന്നാലും അവരോടി. ഈ വീഡിയോയ്ക്ക് ശേഷം അവളെ ഒഫീഷ്യലി ഒഴിവാക്കുന്നതായിരിക്കും ഗൈസ്. The next day. ഹായ് ഗൈസ്, ഈ വീഡിയോയ്ക്ക് ശേഷം എന്തായാലും ഒഫീഷ്യലി ഞാൻ ഇവളെ ഉപേക്ഷിക്കാൻ പോവാണ്. ബട്ട് ജസ്റ്റ് ഫോർ വീഡിയോ. ഇവളെ ഇപ്പോൾ പിടിച്ചു നിർത്തേണ്ട ആവശ്യം എനിക്കുണ്ടായിപ്പോയി. ഇത് കഴിഞ്ഞിട്ട് ഉപേക്ഷിക്കാം. അങ്ങനെ എങ്ങനെയോ ഇവളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം മുഴുവൻ എടുത്ത് ഇവളെ കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഗൈസ്, ഇനി നമുക്കറിയാനുള്ള ടൈമായി. നമുക്കെന്താണ് ചോദിക്കുക? ഫസ്റ്റ് ഹിന്ദിയിൽ ചോദിക്കണം. വിശക്കുന്നുണ്ടോയെന്ന് ഫസ്റ്റ് ചോദിച്ചു നോക്കാം നമുക്ക്. തുമേ ഭൂക്ക് ലഗ് രഹി ഹൈ ക്യാ? ऐसे അങ്ങനെ ചോദിച്ചു നോക്കാം. കണ്ണാപ്പി, തുജെ ഭൂക്ക് ലഗ് രഹി ഹൈ? ഇനി പ്ലേ എന്ന ഓപ്ഷൻ ഞെക്കി നോക്കാം. कुछ रिएक्शन तो नहीं है. ഇപ്പോൾ ഒരു റിയാക്ഷനും കാണുന്നില്ല ഗൈസ്. ഇത് ഉള്ളതാണോ എന്ന് സംശയമുണ്ട്. നമുക്കൊന്നും കൂടി പ്ലേ ചെയ്ത് നോക്കാം. നോ ഗൈസ്.
ഇവളിനി മനഃപൂർവ്വം എനിക്ക് റിയാക്ഷൻ തരാത്തയാണോ എന്ന് എനിക്ക് അറിയില്ല. നിനക്ക് മനസ്സിലാകുന്നുണ്ട് എന്നെങ്കിലും പറ. ഇനി എന്താ പറയുക നമ്മൾ? വേറെ എന്തെങ്കിലും ഡയലോഗ് അടിച്ചു നോക്കാം. ഇതിൻ്റെ അകത്തുനിന്ന് കേട്ടത് നിൻ്റെ പൂച്ചേൻ്റെ സൗണ്ട് തന്നെയല്ലേ? മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ. എന്തായാലും ഇത് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് അടങ്ങത്തുള്ളൂ. ഗൈസ്, ഇവിടെ ഞാൻ അവളോട് പറയുന്നുണ്ട് നിൻ്റെ ബോയ് ഫ്രണ്ടിനെ കാണൽ നിർത്തണമെന്ന്. അതിന് അവൾ ഒരു റിയാക്ഷനും തരുന്നില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനത് പ്ലേ ചെയ്തു. പക്ഷെ പ്രത്യേകിച്ച് ഒരു അനക്കവും ഇല്ല. ഇത് ആപ്പിൻ്റെ കുഴപ്പമാണോ അല്ലെങ്കിൽ ഇവളെ കുഴപ്പമാണോ അല്ലെങ്കിൽ എൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ എന്തായാലും മര്യാദയ്ക്ക് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഈ ആപ്പിൽ പറയുന്നത് ഇവക്ക് മനസ്സിലാകുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കണ്ണാപ്പി ഇധർ ദേഖോ. This is fake है यार, कुछ तो नहीं. ഇത് ഫേക്കാണ് ഗൈസ്, ഒരനക്കവും ഇല്ല. ലാസ്റ്റത്തെ സൗണ്ട് കേട്ട് ഞാൻ തന്നെ മേടിച്ചു പോയി. വല്ലാത്ത സൗണ്ടായിരുന്നു ലാസ്റ്റത്തത്. വണ്ടിക്ക് ഒന്നും കൂടി പ്ലേ ചെയ്ത് കൊടുക്കാം. ബട്ട് ഒരനക്കം ഉണ്ടാവുമെന്ന് തോന്നില്ല. ഇനി ഇത് ഈ പൂച്ചേൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയാം. നിങ്ങളെ വീട്ടിൽ പൂച്ചയുണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അപ്പോൾ മനസ്സിലാകും ഇത് ഇതിൻ്റെ കുഴപ്പമാണോ ആപ്പിൻ്റെ കുഴപ്പമാണോ എന്നുള്ള കാര്യം. അവൾക്ക് ദേഷ്യം പിടിച്ചിട്ടാണോ എന്ന് അറിയില്ല. അവൾ തിരിഞ്ഞിരുന്ന് കളഞ്ഞു. ദേഷ്യം പിടിക്കാൻ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഗൈസ്. അവൾ പാവം കുട്ടിയാണ്. കുഴപ്പം ആപ്പിൻ്റെതാണ്. തുമ്മേ मैं खाना नहीं दे देगा. എനിക്ക് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോയെന്ന് അറിയില്ല. ഹിന്ദി അത്രയും അറിയാം. എന്ത് സൗണ്ടായിരുന്നു ഗൈസ്, ഞാൻ തന്നെ മേടിച്ചു പോയി. ഇവക്കിത് ഒരനക്കവും ഇല്ല. ഞാൻ ഫുഡ് തരൂല എന്നാണ് പറഞ്ഞത്. നോക്കുമ്പോൾ ഇത് കലമ്പുന്ന പോലെയായി ഈ AI ട്രാൻസ്ലേഷനിൽ ആ പൂച്ചേൻ്റെ ഒച്ച. അവളാണെങ്കിൽ ഒരു കുലുക്കവും ഇല്ലാണ്ട് ഇരിക്കുന്നത്. ആ ശബ്ദം കേട്ടിട്ട് ഞാൻ തന്നെ ശരിക്കും പേടിച്ചു പോയി. ബട്ട് ഇവക്കൊരു കുലുക്കവും ഇല്ല. ഈ ആപ്പ് ഫേക്കാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഗൈസ്. ഈ AIയിലൊന്നും ഒരു കാര്യമില്ല. അങ്ങനെയല്ല, അത്ര വിശ്വാസം എനിക്ക് പോരാ എന്നാണ് ഞാൻ പറയുന്നത്. ഇതിൽ മര്യാദയ്ക്ക് ഒരു റിയാക്ഷൻ പോലും കിട്ടിയിട്ടില്ല. ഞാനിത് ഉപയോഗിക്കുന്നതിന് മുമ്പേ ആദ്യമൊക്കെ വിചാരിച്ചത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റിനെല്ലാം മനസ്സിലായിട്ട് വല്ലാത്ത എക്സ്പ്രഷൻ ഇട്ട് ചാവുന്നൊക്കെ ആയിരുന്നു. ബട്ട് ഇപ്പോഴാണ് മനസ്സിലായ ഒരു കുലുക്കമില്ല. പിന്നെയും ഞാൻ എന്തൊക്കെയോ കുത്തി കളിക്കുന്നുണ്ട്. സോ ഗൈസ്, പ്രശ്നം നമ്മുടെ ആപ്പിൻ്റെതാണ്, അല്ലാണ്ട് പൂച്ചേൻ്റെതല്ല. ഇനി നമുക്ക് മറ്റേതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചാറ്റ് പറഞ്ഞിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നത്. ഞാൻ പിടിച്ചു കുലുക്കിയിട്ട് പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാം. ഇല്ല ഗൈസ്, അവൾ പറയത്തില്ല. കാരണം അവളുടെ വായിൽ നിന്നെങ്കിൽ വരേണ്ടത് നമ്മുടെ ആവശ്യമായിപ്പോയി. അതുകൊണ്ട് അവൾ ഇപ്രാവശ്യം ഒന്നും മൊഴിയൂല, അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തൽക്കാലം ഞാൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ് എൻ്റെ വോയിസ് വെച്ചിട്ട്. കാരണം ഇത് ഓൾറെഡി ഫേക്ക് ആണ് മനസ്സിലായി. എന്താണ് എഴുതിയിരിക്കുന്നത് ഗൈസ്? ഇത് നിങ്ങൾ തന്നെ വായിച്ചു വയ്ക്കോ ഗൈസ്. ഹിന്ദിയാണ് അറിയാമെങ്കിൽ. ഗൈസ്, ഇത് വിരക ദുഃഖ സീനാണ് ഗൈസ്. ഞാനൊന്നും വിചാരിച്ച് മനസ്സിൽ പറഞ്ഞില്ല. പക്ഷെ ഇത്
എന്തൊക്കെയോ ആയിത്തീർന്നു ഗൈസ്. മീൻസ് ഞാൻ വെറുതെ ഒച്ചയാക്കിയതാണ് സംഭവം. ഇത് ഫേക്കാണ്. ഞാനൊന്നും മനസ്സിൽ വിചാരിച്ചിട്ട് പോലും ഇല്ല. അതിൽ വന്നത് എന്താണ്, എന്തോ സങ്കടപ്പെട്ടിരിക്കുന്ന പൂച്ചേൻ്റെ ഡയലോഗാണ് വന്നിരിക്കുന്നത്. നീ പോയപ്പോൾ ഭയങ്കര സങ്കടമായി, അങ്ങനെ എന്തോ ആണ്. ബട്ട് ഇതൊന്നും ഞാൻ വിചാരിച്ചില്ല. എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇവിടെ സാധാരണ ഡയലോഗ്സ് ഉള്ള കാണാൻ ഞാൻ കാണിച്ചു തന്നതാണ് നിങ്ങൾക്ക്. ബട്ട് ആ ഡയലോഗ്സ് ഒന്നും ഇപ്പോൾ കാണാനില്ല ഗൈസ്. ഈ ആപ്പ് ഫേക്കാണ്. നോക്കി, ഇവിടെ കുറേ മ്യൂസിക്കും പാട്ടെല്ലാം ഉണ്ട് ക്യാറ്റിന് വേണ്ടിയിട്ടുള്ള. എന്തിന് ഇവിടെ സാധാരണ ഡയലോഗ് തന്നെ മനസ്സിലാവുന്നില്ല, പിന്നെ പാട്ട് വെച്ചിട്ട് എന്ത് മനസ്സിലാവാനാണ്. ഇതൊക്കെ വെറുതെ ഉള്ള ആപ്പാണ്, വെറുതെ അല്ല. ഇതുവരെ ഈ കാലം വരെ ഞാൻ ഈ ആപ്പൊന്നും കാണാതിരുന്നത്. ഇവിടെ കുറേ മ്യൂസിക് എല്ലാം ഉണ്ട്. ഇത് വെച്ച് കൊടുത്തിട്ട് ആർക്കും ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഈ ആപ്പ് അൺഇൻസ്റ്റാൾ ആക്കാൻ പോവുകയാണ്. ഓക്ക് വരെ മതിയായി, ഓള് പോവുകയാണ് ചെയ്യുന്നത് ഗൈസ്. എൻ്റെ ചെല്ലക്കുട്ടിയാണ്, ചെല്ലക്കുട്ടി. बचपन से ही एनिमल्स को मैं बड़े प्यार से कंट्रोल कर लेता था. Find your phone by Pathfinder. आज मैं तुम्हें खाना नहीं दे देगा. ഒരു മൈൻഡ് ഇവക്ക് ചെവി കേൾക്കല് കുറവായിട്ടാണോ ഇനി എനിക്കൊരു റിയാക്ഷൻ തരാതാണോ എന്നൊക്കെ അറിയില്ല. ഗൈസ്, ഇതിലും കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ ഒച്ച കേട്ടിട്ട് അച്ഛൻ ഇടയ്ക്ക് വന്നിട്ട് പറയാം, ഇവള് പൊട്ടത്തിയാന്ന് നിനക്കറിയില്ലേ എന്നോട് ചോദിക്കുക. അത് കാരണം ഇവൾ ഒന്നിനും റിയാക്ഷൻ തരാത്തൊരു കൂട്ടത്തിലാണ്. അപ്പോൾ ഇത് നിങ്ങൾ കൂടി വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഉറപ്പിച്ചാൽ മതി ഇത് ഉള്ളതാണോ അല്ലാത്തതാണോ എന്നുള്ള കാര്യം. കാരണം ഇവൾ പണ്ടേ പൊട്ടത്തിയാണ്. ഇവൾക്ക് ചെവി കേൾക്കലെല്ലാം കുറച്ച് കുറവാണ്. ഇനി അതാണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല. പിന്നെ ഗൈസ്, ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഈ കണ്ടൻറ്റിൽ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിക്കൊണ്ടിട്ട വീഡിയോ ആണ്. കാരണം വീട്ടിൽ ഇവളാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അതുകൊണ്ട് ഇവക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഇടാമെന്ന് വിചാരിച്ചു. ബട്ട് ഇവക്ക് ഇതൊന്നും ഉപകാരമില്ലാത്ത സാധനങ്ങളായിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത് ഫേക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വലിയ കാര്യമൊന്നുമില്ല ഗൈസ്. ഇതൊക്കെ വെറുതെ ഉണ്ടാക്കി വെച്ച ഒരു ആപ്പാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇനി ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അവർ കമൻറ്റ് ചെയ്യും. ഇനി ഇതിലും നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇത് ഫസ്റ്റ് വീഡിയോ ആയിട്ട് ജസ്റ്റ് ഒരു ട്രയൽ മാത്രം ഇട്ടതാണ്. ഫസ്റ്റ് വീഡിയോ യൂട്യൂബിൽ ഒരു കണ്ടൻറ്റ് വേണം. അതുകൊണ്ട് എനിക്ക് ഒന്നറിയാൻ താല്പര്യമുള്ളത് നിങ്ങളെയും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ആണ്, വേറൊന്നുമല്ല. അപ്പോൾ അടുത്ത വീഡിയോക്കേക്കും വെയിറ്റ് ചെയ്യുക. പോസിറ്റീവ് കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലർ പറയും വേറെ പണിയൊക്കെ നോക്കിക്കൂടെയെന്ന്. വേറെ പണിയില്ലായിട്ടൊന്നുമല്ല. പിന്നെ ഇനി അങ്ങനെ വിചാരിച്ചാലും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ലീവൊക്കെയാണ് കോളേജ്, അതുകൊണ്ട് വെറുതെ ഇരിക്കുമ്പോൾ ഇടുന്നതാണ്.
നാളെ കോളേജിൽ ഒരു ഓറിയൻറ്റേഷൻ ഉണ്ട്, അതിന് പോകണം. സോ നെക്സ്റ്റ് വീഡിയോ അതിടാന്ന് വിചാരിക്കുന്നു. അതൊരു ചെറിയ വ്ളോഗായിട്ട് ഇടുകയാണ് ചെയ്തത്. താല്പര്യമുള്ളവർ കയറി കണ്ടിട്ടൊന്ന് പോവുക. ഇതൊക്കെ ജസ്റ്റ് ഫോർ ഫൺ. എനിക്ക് ഇങ്ങനെ വീഡിയോസ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഇടുന്നതാണ്. അപ്പോൾ ശരി ഗൈസ്, ബൈ. വേറെ വിശേഷമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വീഡിയോസായിട്ട് ഇടുന്നതായിരിക്കും. എൻ്റെ കയ്യിലുള്ള പ്രതീക്ഷ ഇന്നത്തോടെ നശിച്ചു. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുന്നതിന് മുൻപ് ഭയങ്കര പ്രതീക്ഷയൊക്കെ ആയിരുന്നു. AI ട്രാൻസ്ലേഷൻ എന്നൊക്കെ പറഞ്ഞ് ഗൈസ്. അപ്പോഴാണ് നമ്മൾ കണ്ട ഇവിടെ ഒരു നായി. അതിലും വലിയ കോമഡി ഇവളെ മുഖം കാണാനാണ്. കണ്ട, ഇതുവരെ റിയാക്ഷൻ തരാത്ത അവളുടെ മുഖത്തെ റിയാക്ഷൻ നോക്കിപ്പോൾ. ഒരു നായിനെ കണ്ട അവിടെ ഇത്രയും വലിയ റിയാക്ഷൻ.